തിരുവനന്തപുരത്തെ കരമനയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ പ്രതികളെ പിടികൂടിയിരിക്കുന്നു. ഒന്നാം പ്രതി അജീഷും രണ്ടാം പ്രതി അജയനുമാണ് പിടിയിലായത്. ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഇടഗ്രാമം സ്വദേശി ഷിജോയാണ് കൊല്ലപ്പെട്ടത്. ഗോപാൽ ശില സനലുണ്ട് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, ഗുഡ് മോർണിംഗ് ഗോപാൽ. കുടുംബ വഴക്കിനെ തുടർന്നാണ് ഈ കൊലപാതകം എന്നാണ് അറിയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഈ മരിച്ചയാളും ഈ കൊലപ്പെടുത്തിയയാളും തമ്മിൽ എന്താ ബന്ധം? ഡോക്ടർ അരുൺ, കുറേ കാര്യങ്ങളിലൊക്കെ ഈ കൊലപാതകത്തിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്നലെ രാത്രി 8 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. കരമനയിലെ ഇടഗ്രാമത്ത് കഴിഞ്ഞ 6 മാസമായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഈ രണ്ടാം പ്രതിയായിട്ടുള്ള അജയനും ഭാര്യ പ്രീതയും അതിനോടൊപ്പം തന്നെ അവരുടെ കുഞ്ഞും. ഈ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസമാണ് ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള അജീഷ് താമസിക്കാനെത്തിയതിനെ തുടർന്ന് അജീഷും പ്രീതയും തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും അത് ചോദ്യം ചെയ്യുന്നതിനായി ഈ പ്രീതയുടെ സഹോദരനായിട്ടുള്ള രാഹുലിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് ഇന്നലെ രാത്രിയിൽ ഈ വീട്ടിലെത്തി. ഈ പുരുഷന്മാരെല്ലാം തന്നെ അജീഷും അജയനും ഈ വീട്ടിലെത്തിയ സംഘവും എല്ലാം തന്നെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഇരു കൂട്ടരും തമ്മിൽ തർക്കമുണ്ടാവുകയും ആ സംഘത്തിലുണ്ടായിരുന്ന ഷിജോ എന്ന 25-കാരനായ യുവാവിന് കുത്തേൽക്കുകയുമായിരുന്നു. അപ്പോൾ തന്നെ ഷിജോയെയും കുത്തേറ്റ മറ്റൊരു യുവാവായ ജിജോയെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ ഷിജു ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ തന്നെ മരിച്ചു എന്നതാണ് അറിയാൻ സാധിച്ചത്. കഴുത്തിനേറ്റ ഗുരുതരമായ കുത്താണ് മരണകാരണം. ഒരൊറ്റ കുത്ത് മാത്രമേ ഷിജുയുടെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ടായിരുന്നു. അത് തന്നെ മരണത്തിന് കാരണമായി. ഈ കുത്തിയത് ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വരാനുണ്ട്. പക്ഷേ പോലീസ് FIRൽ ഒന്നാം പ്രതിയായി ചേർത്തിരിക്കുന്നത് അജീഷിനെയാണ്. അജീഷാണ് കുത്തിയത് എന്നും ഈ സംഘർഷത്തിൽ പ്രധാന പങ്കുവഹിച്ചയാൾ അജയനാണ് എന്നും കാണിച്ചുകൊണ്ടാണ് ഇരുവരെയും 1ഉം 2ഉം പ്രതികളായി ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് അജീഷിനെയും അജയനെയും പിടികൂടുന്നത്. ഇരുവരും ഇന്നലെ രാത്രിയിൽ ഈ സംഘർഷത്തിന് പിന്നാലെ തന്നെ അജീഷ് അവിടെ നിന്ന് അപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടുകയും അജയൻ പിന്നാലെ ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു. തുടർന്ന് സിറ്റി ഡാൻസ് ഓഫ് സംഘവും കരമന പോലീസും ചേർന്നാണ് ഇരുവരെയും പിടികൂടിയിട്ടുള്ളത്. ഇരുവരെയും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതിൽ അജീഷ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. എന്താണ് ഇതിനുള്ള മോട്ടീവ്, എങ്ങനെയാണ് ഈ കൃത്യം നടന്നതെന്ന കാര്യങ്ങളിലൊക്കെയാണ് ഇനി വ്യക്തത വരേണ്ടത്. ഡോക്ടർ ഓക്കെ, താങ്ക് യു. എന്തായാലും അത് തിരിച്ചറിയട്ടെ. ചില കുടുംബ വഴക്കുകളൊക്കെ വൈകാരികമായ പൊട്ടിത്തെറിയിലേക്ക് എത്തുമ്പോഴാണ് മറ്റൊരാളെ അങ്ങ് തീർത്ത് കളയാമെന്ന് തീരുമാനിക്കുന്നത്. തീർത്ത് കളയാൻ തീരുമാനിക്കുന്നവർ തീർന്നു പോകുന്നതാണ് പതിവ്.